ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യുവജന ശക്തി വിളിച്ചോതി യൂത്ത് കോൺഗ്രസ് റാലി. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. തലക്കെടുത്തിൽ നിന്നും ആരംഭിച്ച റാലി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തിരൂർ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച യുവജന റാലിയും പൊതുസമ്മേളനവും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരിക്ക് പതാക കൈമാറി യുവജന റാലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാൻഡ് വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ നടന്ന റാലി തിരൂർ ടൗൺ വഴി താഴെപ്പാലം മുനിസിപ്പൽ ഗ്രൗണ്ടിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സമ്മേളന നഗരിയായ ആര്യട മുഹമ്മദ് നഗറിൽ പ്രവേശിച്ചു. ശക്തിയുടെ സഹപ്രവർത്തകന്മാർ അണിനിരന്ന് നൽകിയാൽ മലബാറിന്റെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ മുന്നോട്ടങ്ങളോട് തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. AI ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രധാന രേഖ നാളെ പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഈ രാജ്യത്ത് ഒരു സ്ഥലത്തും ഒരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. നമ്മൾ ഉന്നയിച്ചത് രേഖകളുടെ പിൻബലത്തോടു കൂടിയ ആരോപണങ്ങളാണ്. ആ രേഖകളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു ഉദ്യോഗസ്ഥരോ കഴിഞ്ഞിട്ടില്ല. ആ രേഖകൾ മുഴുവൻ ഒളിച്ചു വെച്ചപ്പോൾ, കെൽട്രോണിന്റെ വെബ്സൈറ്റിൽ നിന്നത് നീക്കം ചെയ്തപ്പോൾ, ആ നഷ്ടപ്പെട്ട രേഖകൾ മുഴുവൻ നാം തിരിച്ചു കൊണ്ടുവന്ന് അത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നു. ആ രേഖകളുടെ പശ്ചാത്തലത്തിലാണ് വ്യക്തമായ അഴിമതി ആരോപണം നമ്മൾ ഈ അഴിമതി ക്യാമറയുടെ വിഷയത്തിലും K-ഫോണിലും കണ്ടത്. എല്ലാം കറക്റ്റ് കമ്പനികളാണ് ഈ കച്ചവടം നടത്തുന്നത്. നാളെ സുപ്രധാനമായ ഒരു രേഖ അഴിമതി ക്യാമറയുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. ഇത് കേരളം കണ്ടിട്ടുള്ള കൊടിയ അഴിമതിയാണ്. സ്വന്തക്കാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി ഒരു ഭരണകൂടം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയ ഏറ്റവും പരിതാപകരമായ കഥയാണ്. K-ഫോണുമായി ബന്ധപ്പെട്ട അഴിമതികളെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ്. മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാമത്, അഴിമതി ക്യാമറയുടെ കേന്ദ്രബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെയും മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായ ശിവശങ്കറിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. നാലാമത്തെ അഴിമതി, K-ഫോണുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ഗൂഢാലോചനകളും നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. അവിടെയും മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായ ശിവശങ്കർ അതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മാത്രമല്ല, മൂന്നാമത്തെയും നാലാമത്തെയും അഴിമതിയിലെ പണം മുഴുവൻ പോയിട്ടുള്ളത് എവിടേക്കാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. എല്ലാ പാതകളും അവസാനിക്കുന്നത്, എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്ത്. എവിടെ നിന്ന് പണം വന്നാലും ആ പെട്ടിയിൽ വന്ന് വീഴുള്ളൂ. ആ പെട്ടി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ആ പെട്ടി ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ്, എ പി അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, OK ഫാറൂഖ്, CK ഹാരിസ്, PK നൌഫൽ ബാബു, EP രാജീവ്, UK അഭിലാഷ്, AM രോഹിത്, P നിതീഷ്, ഷഹനാസ് പാലക്കൽ, ജോബിൻ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കുഴിമണ്ണ, VA കരീം, ബാബുരാജ്, യാസിർ പൊട്ടച്ചോല, KSU ജില്ലാ പ്രസിഡന്റ് EK അൻഷിദ്, DCC ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ, അസംബ്ലി ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. എന്തിനാ കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇറക്കിയത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കച്ചവട താല്പര്യത്തിൽ നിർമ്മിച്ച ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ടകൾ പല രീതിയിലാണ് അവർ നടപ്പിലാക്കുക. അതിന് പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് സിനിമ. കേരളത്തിൽ നിന്ന് 32,000 ആളുകൾ മതം മാറി സിറിയയിൽ പോയി ISIൽ ചേരാൻ വേണ്ടി പോയി എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്തിന് 32 പേര് 30 പേരെങ്കിലും ഉണ്ടാവില്ലേ? എന്റെയും നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിന് 30 പേര് അങ്ങനെ ISIൽ ചേരാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മോശക്കാരാവില്ലേ? നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ മോശക്കാരാവില്ല? ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴേക്ക് ISIൽ ചേരാൻ വേണ്ടി പോകുന്നവരാണ് കേരളത്തിലെ പെൺകുട്ടികൾ എന്നല്ല ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് കേരളത്തെ അപമാനിക്കുന്നതാണ്, ഇത് ഇന്ത്യയെ അപമാനിക്കുന്നതാണ്. അപ്പൊ നമ്മളൊരു വെല്ലുവിളി നടത്തി. 32,000 ഒന്നും വേണ്ട, ഒരു 10 ആള് മതം മാറി ലവ് ജിഹാദ് വഴി ISIലേക്ക് കൊണ്ടുപോയി എന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം തരാം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കാത്തിരുന്ന ഒരൊറ്റ ആളും ആ വഴിക്ക് വന്നിട്ടില്ല. ശനിയാഴ്ച നടക്കുന്ന പ്രതിനിധി സംഗമത്തോടുകൂടി സമ്മേളനം അവസാനിക്കും.